എക്സാലോജിക് ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതി വിധി പുറത്ത്. SFIO അന്വേഷണം പൂർണ്ണമായി നിയമപരമെന്നും അന്വേഷണം തടയാനോ റദ്ദാക്കാനോ ആകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അന്വേഷണം തടയാൻ വീണ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ല. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നതെന്നും അന്വേഷണം തടയേണ്ടതില്ലെന്നും ഉത്തരവിലുണ്ട്. ഇന്നലെയാണ് SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയത്. 46 പേജുള്ളതാണ് വിധിപ്പകർപ്പ്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, ഇതിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ വീണ വിജയൻ ഉന്നയിച്ചത് കമ്പനി കാര്യ നിയമത്തിൻ്റെ ഒരേ വകുപ്പ് പ്രകാരം തന്നെ ഈ അന്വേഷണം ഇങ്ങനെ നടക്കുന്നു. അത് 12 വകുപ്പ്, അതുപോലെ മറ്റൊരു വകുപ്പ്, ആ തരത്തിലേക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള വാദം അത് നിലനിൽക്കില്ല, നിയമപരമാണ് എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് എന്തൊക്കെയാണ്? അനുജ, തീർച്ചയായും അതായത് കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് എക്സാലോജിക്കിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോൾ SFIO മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കോടതി വിധി പുറത്തു വന്ന അന്വേഷണം തീർത്തും നിയമപരം തന്നെയാണ്. കർണാടക ഹൈക്കോടതി ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി പുറപ്പെടുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്നിപ്പോൾ വിധി പകർപ്പാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എക്സാലോജിക്കിന്റെ 46 പേജുള്ള വിധി പ്രസ്താവത്തിൽ അതായത് അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, SFIOയെ അന്വേഷണം ഏൽപ്പിച്ചതിൽ യാതൊരു വിധത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഇല്ല. അത് നിയമപരമായി SFIO അന്വേഷണം പൂർണ്ണമായി നിയമപരമാണ്. ഈ അന്വേഷണം തടയാനോ അല്ലെങ്കിൽ റദ്ദാക്കാനോ കഴിയില്ല എന്നതാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അന്വേഷണം തടയാൻ വീണ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ല, പൂർണ്ണമായി നിയമപരം എന്നത് കോടതി എടുത്തു പറയുകയും ചെയ്യുന്നു. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അന്വേഷണം തടയേണ്ടതില്ല എന്ന് ഉത്തരവിൽ പറയുന്നു. ഇന്നലെ SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുകയായിരുന്നു. 46 പേജുള്ള വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളാണ് മനേഷ് മൂർത്തി നൽകുന്നത്. മനേഷ്, തുടരാം. SFIOയുടെ അന്വേഷണം എന്തായാലും തീർത്തും നിയമപരം തന്നെയാണ്. അത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ തടയേണ്ട ആവശ്യമില്ല. കാരണം പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ളത് SFIO നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർത്തും നിയമപരമായി നടക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തെ ഒരു കാരണവശാലും തടയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വിധിപ്പകർപ്പിൽ പറയുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ് എക്സാലോജിക്ക് നൽകിയ ഹർജി, ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് M നാഗപ്രസന്ന തള്ളുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിധിപ്പകർപ്പ് പുറത്തു വരുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, SFIOയെ ഏൽപ്പിച്ചതിൽ യാതൊരു വിധത്തിലുള്ള പാകപ്പിഴകളുമില്ല. ഇത് ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻപോട്ട് വെച്ച വാദഗതികൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നും കോടതി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത്, ഒന്ന്, കമ്പനി രജിസ്ട്രാർ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് SFIO കോടതിയെ അറിയിച്ചത്. അതായത് ഈ കമ്പനി രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പൂർത്തീകരിച്ചതാണ്, അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. സമാന്തരമായുള്ള അന്വേഷണമല്ല SFIO നടത്തുന്നത്. കൃത്യമായി നിയമപരമായി തന്നെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ രജിസ്ട്രാറിൽ നിന്നും രജിസ്ട്രാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു ഈ ഒരു അന്വേഷണം എന്നുള്ളതാണ് SFIO എന്തായാലും അറിയിച്ചിരിക്കുന്നത്. വലിയ തിരിച്ചടി തന്നെയാണ് വീണ വിജയനെ സംബന്ധിച്ച് ഈ വിധി നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ മേൽക്കോടതികളിലേക്ക് പോകണമെങ്കിൽ, ഈ വിധി പകർപ്പ് പ്രകാരം മേൽക്കോടതികളിലേക്ക് പോകണമെങ്കിൽ പോലും ഈ ഒരു പരാമർശം, അതായത് തീർത്തും നിയമപരമായി തന്നെയാണ് SFIO ഈ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു വാചകം, വിധിയിലെ ആ ഒരു വാചകം തീർച്ചയായും മേൽക്കോടതികളിൽ പോകുമ്പോഴും അത് സ്വാഭാവികമായും തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട്. എന്തായാലും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് പോവുക, മേൽക്കോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ് എക്സാലോജിക്കിന്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും പുറത്തു വരും. എന്താണ് SFIO അല്ലെങ്കിൽ എക്സാലോജിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തായാലും തീരുമാനിക്കുക എന്നുള്ളത്. SFIOയെ സംബന്ധിച്ച് പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നു, ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നു. വളരെ വേഗത്തിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്നും തന്നെ, അതായത് നമുക്കറിയാം, തിങ്കളാഴ്ച ഈ വാദം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു കാര്യം SFIOയോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ വിധിപ്പകർപ്പിൽ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ അന്വേഷണവുമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും SFIOക്ക് കൃത്യമായി തന്നെ കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള SFIOയുടെ നീക്കം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതല്ലേ മനേഷ്? കാരണം ഏത് തരത്തിലേക്കാണ് ഇനി അവരുടെ അന്വേഷണം പോകുന്നത്? ചോദ്യം ചെയ്യലിനുള്ള സമൻസ് നേരത്തെ തന്നെ ഉണ്ട് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഇനി ചോദ്യം ചെയ്യൽ, അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക, അതെല്ലാം നിലനിൽക്കുന്നതല്ലേ?
അനുജ, അത് തന്നെയാണ്. അതായത് SFIയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ്. അതിനാൽ നേരത്തെ തന്നെ അവർ നിയമ നടപടികൾ ആരംഭിച്ചതാണ്. അതായത് വീണ വിജയന് നോട്ടീസ് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. അതിനിടയിലാണ് കർണാടക ഹൈക്കോടതിയിലെ കേസ് വരികയും കേസ് താൽക്കാലികമായി കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ വിധി വന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ വിധി പകർപ്പിൽ എന്തെങ്കിലും ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനമായും നോക്കിയിരുന്ന ഒരു കാര്യം. പക്ഷേ എന്തായാലും വിധി പകർപ്പിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം, അതായത് അന്വേഷണം ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് സമാനമായ രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് എന്തായാലും കോടതി ഇപ്പോൾ ഈ വിധിയിലൂടെ SFIക്ക് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും വളരെ വേഗത്തിൽ തന്നെ ഇനിയിപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക, വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും SFI നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ നീക്കം എന്തായാലും എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതും വളരെ പ്രധാനം തന്നെയാണ്. ഒരു പക്ഷേ കർണാടക ഹൈക്കോടതിയിലെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും എന്താണ് എക്സാലോജിക്ക് ഇനി മുൻപോട്ട് പോകുന്നത്, ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ അന്വേഷണം, അതായത് എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അല്ലെങ്കിൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ രീതിയിലുള്ളൊരു നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് എന്തായാലും നമുക്കപ്പോൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും, എന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്, നിയമപരം തന്നെയാണ് SFIയുടെ അന്വേഷണം, അത് മുൻപോട്ട് കൊണ്ടുപോകാം എന്നൊരു വരി എന്തായാലും കൃത്യമായി തന്നെ ജസ്റ്റിസ് M നാഗപ്രസന്ന ഈ വിധി പകർപ്പിലുണ്ട്. അത് മുൻപോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ കൃത്യമായും തന്നെ വലിയ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് എക്സാലോജിക്കിനും അതുപോലെ തന്നെ വീണ വിജയനും. എക്സാലോജിക്കിനെതിരായ SFI അന്വേഷണം നിയമപരമാണ്, അത് തടയാൻ കഴിയില്ല എന്നുള്ളതടക്കം 46 പേജുള്ള വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളാണ് മനേഷ് മൂർത്തി നൽകിയത്. ഇനി അടുത്ത നടപടി എന്താണ് SFIയുടേത് എന്നതാണ് ഏറെ നിർണായകം. ഒപ്പം തന്നെ എക്സാലോജിക്ക് ഒരുപക്ഷേ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.